ബാക്ക് കുറേ ഗ്യാപ്പ് വന്നതിന് ശേഷം വീണ്ടും ഞാൻ വീഡിയോസ് ഒക്കെ ഇടാമെന്നുള്ളൊരു പ്ലാനിലിരിക്കുകയാണ്. ഫോണിൻ്റെ സ്റ്റോറേജ് ഒന്നും വലുതായിട്ടൊന്നും സെറ്റായിട്ടില്ല എങ്കിലും ഞങ്ങൾ അമ്പനാട് മാമ്പഴത്തറ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരാൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടതോ അങ്ങ് പോയി. ഇന്നത്തെ കുറച്ച് ക്ലിപ്പുകളൊക്കെ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. എല്ലാം വേഗം പോകും. ഹലോ, ഈ വീഡിയോക്കകത്ത് ഫുള്ള് കാറ്റിൻ്റെ സൗണ്ട് ആണെങ്കിലും ഞാൻ ചിലപ്പോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് മഴയുടെ സൗണ്ടായിരിക്കും നിങ്ങൾക്ക് കേൾക്കുന്നത്. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാത്ത തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം റീ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്ന പോലെ പെട്ടെന്ന് സഡനായിട്ട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു ഇത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരാൾക്ക് 100 rupees വെച്ച് കൊടുത്താൽ അവർ ഗേറ്റ് ഓപ്പൺ ആക്കി തരത്തോളം എന്ന് പറഞ്ഞ്. മഴ പെയ്ത കാരണം പെട്ടെന്ന് ഞങ്ങൾ വണ്ടിയെല്ലാം ഗേറ്റിൻ്റെ അപ്പുറത്ത് വെച്ചിട്ട് ഓടി വന്ന് ഈ വെയിറ്റിംഗ് ഷെഡിൽ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പുള്ളി നമ്മളെ കയറ്റി വിടുമോയെന്ന് പറയാം. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു സ്ഥലം കാണാൻ നമ്മൾ പൈസ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. അങ്ങനെ പലയിടത്തും അങ്ങനെ തന്നെയാണ്. പിന്നെ അത് അവരുടെ ഒരു ജീവിത മാർഗ്ഗമല്ല. അത് ഈ ഒരു സീസൺ ടൈമിലല്ലേ, അതൊരു വിഷയമാക്കണ്ട. അതൊരു കോംപ്ലിമെൻ്റായിട്ട് നമ്മൾ കരുതിയാൽ മതി. 100 rupees പെർ ഹെഡ് അല്ലേ, അതിലൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ ഈ ചേട്ടൻ യൂട്യൂബിൽ വീഡിയോ എടുക്കാമെന്ന് വെച്ചൊരു ഹായൊക്കെ തന്ന് അതിൻ്റെ ഇടയ്ക്കൂടെ അവിടെ ബദാങ് പൊട്ടിച്ച് തിന്നുക, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളൽ, ഉന്തൽ, പിന്നെ ഡാൻസ്, പാട്ട്, പിന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ കാശിയുടെ കുറേ കോപ്രായങ്ങൾ, അങ്ങനെ കുറേയൊക്കെ ആയപ്പോൾ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുന്നോട്ട് പോകെ ഞങ്ങൾ കുറേ മഴ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷെ മഴ ഞങ്ങൾക്ക് കിട്ടി തിരിച്ച് വരുമ്പോൾ. പക്ഷെ കാറ്റായിരുന്നു, ഭയങ്കര കാറ്റ്, മഞ്ഞ്, കോടയൊക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ നല്ല രസമായിരുന്നു അറിയാമോ. പിന്നെ വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്ത് നിന്ന സമയത്ത് തിരിച്ചു പോകുന്ന 2 വണ്ടിയിൽ ഒരു ജീപ്പിനകത്തുള്ളൊരു ചേട്ടൻ എൻ്റെ വീഡിയോ ഇങ്ങനെ ഫോൺ ഓണാക്കി എടുത്തപ്പം സഡൻ ഞാനും എൻ്റെ ഫോൺ ഓണാക്കി വീഡിയോ എടുത്ത് പുള്ളിക്കാരനും ഫോൺ ഓഫാക്കിയിട്ട് പോയി. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ലൊക്കേഷൻ നല്ല ലൊക്കേഷനുകളെല്ലാം കണ്ടപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ നിർത്തി പിന്നെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങളൊരു പൊതി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ചോറ്. അത് ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് തുറന്ന് എല്ലാവരും കൂടി കഴിച്ച്. പിന്നെ ഞങ്ങൾ അവിടുന്ന് മേളിൽ ഒരു ക്വാർട്ടേഴ്സിൻ്റെയൊക്കെ അവിടെ എത്തി. പിന്നെ അവിടെ ഞങ്ങൾ വീണ്ടും ഒരു പാറയുടെ മുകളിൽ പോയി. പോകുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കറിവേപ്പില ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും പറഞ്ഞ് കറിവേപ്പിലയില്ലെന്ന്. ഞാനത് ഒറ്റ നോട്ടത്തിൽ തന്നെ കറിവേപ്പിലയെന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ആ കറിവേപ്പില മൊത്തം ഓടിച്ച് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറ്റി. നല്ല രസമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. തിരിച്ചു വരുമ്പോഴേക്കിനും ഏകദേശം 7:30-8 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾ താഴെ ഒരു കടയിൽ വന്ന് നമുക്ക് തിരിച്ചിറങ്ങി വരുന്ന ഗേറ്റിൻ്റെ അവിടെ ഒരു കടയുണ്ട്. അവിടെ നിന്ന് ചായ, അൽബൂരി, പിന്നെ എന്താ കാബജി എല്ലാം കഴിച്ച് പൈസയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ വന്ന് നമ്മുടെ അടുത്ത് ഇങ്ങനെ പരിചയപ്പെടുകയൊക്കെ ചെയ്ത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവറൊക്കെ ആക്കാൻ നോക്കി നമ്മൾ. പിന്നെ ലിബിൻ ചേട്ടൻ ആ കട എഴുതി വാങ്ങാനാന്ന് തോന്നുന്നു കേട്ടോ. എന്തോ അപ്പൂപ്പനുമായിട്ട് ഭയങ്കര ഗൂഢാലോചനയോ ഫോൺ നമ്പരോ എന്തൊക്കെയോ എഴുതി ഒപ്പിടുകയൊക്കെ ചെയ്യുമായിരുന്നു തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, ടാറ്റാ.